ചെന്നിത്തല ഉന്നം വെച്ചതെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സണ്ണി ജോസഫ് MLA, ഇവിടെ ഈ DGP നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. നിങ്ങൾ സംസ്ഥാനത്ത് DGP ഉണ്ട്, DGPയുടെ പേര് ലോക്നാഥ് ബെഹ്റ എന്നുമാണ്. എന്തുകൊണ്ടാണ് പിന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക എന്നതിലേക്ക് പോയ അവ്യക്തത? വേണു, ലോകത്തിന് മുഴുവൻ അറിയാൻ കേരളത്തിൽ DGP ഇല്ല എന്ന്. ആ സിമ്പിൾ പോയിന്റഡ് ക്വസ്റ്റ്യനാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരനായ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഉത്തരം പറയാൻ സാധിച്ചില്ല? വെദർ ഇറ്റ് ഈസ് ബെഹ്റ ഓർ സെൻകുമാർ സംബഡി എൽസ്. ഉണ്ടല്ലോ, ഇല്ലല്ലോ. ബെഹ്റ ഇല്ല എന്ന് എങ്ങനെയാണ്? താങ്കൾ ദയവ് ചെയ്ത് ഈ ഉത്തരവൊന്ന് വായിക്കണം. ഞാൻ വായിച്ചതാണ്. സുപ്രീം കോടതി ഉത്തരവിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് 96. Under the circumstances, we are compelled to set aside the judgment and order the Central Administrative Tribunal, the impeached judgment and order the High Court, as well as the order dated 1st June 2016, and direct the State of Kerala to reinstate the appellant Dr. T.P. Senkumar as the State Police Chief. എന്താണ് 1st June 2016 ഓർഡർ? സെൻകുമാറിനെ മാറ്റി ബെഹ്റയെ വെച്ച ഓർഡറാണ്. സെൻകുമാറിനെ നീക്കിയ നടപടിയുടെ നിയമപരമായ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമുള്ള കോടതി ഉത്തരവാണ്. അതെ, ബെഹ്റയുടെ നിയമനം അയോഗ്യമാണ് എന്ന ഒരു വാചകവും അതിൽ ഇല്ല. സെൻകുമാറിനെ നീക്കിയത് തെറ്റാണെങ്കിൽ ഇത് രണ്ടും കോമൺ ഓർഡറാണ്. അല്ലല്ല, സെൻകുമാറിനെ നീക്കിയ വിധം തെറ്റാണ്. ബെഹ്റയെ നിയോഗിച്ച വിധത്തിന്റെ ശരിതെറ്റുകളിലേക്ക് പോയിട്ടേ ഇല്ല. എന്ന് മാത്രമല്ല, ആ തെറ്റ് നിങ്ങൾ തിരുത്തൂ എന്ന എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിക്കൂ എന്ന ഉത്തരവാണിത്. അല്ലല്ല, ആ നിയമനം അദ്ദേഹത്തെ റദ്ദാക്കിയത്, അദ്ദേഹത്തെ മാറ്റിയത് തന്നെ, സ്ഥലം മാറ്റിയത് തന്നെ തെറ്റാണെന്ന് കാണുകയും അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറയ്ക്കുന്നു? അല്ലല്ല, അങ്ങ് പറയുന്ന വാദഗതിയിൽ രണ്ട് പോരായ്മകളാണുള്ളത്. ഒന്ന്, ബെഹ്റയുടെ അയോഗ്യതയെ പറ്റി ഈ ഉത്തരവിൽ പരാമർശമില്ല. ഒന്ന്. രണ്ട്, മുൻകാല പ്രാബല്യത്തോടെ നിയമിക്കണമെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോ കൃത്യമായൊരു തീയതിയില്ല, ഇത് പ്രാവർത്തികമാക്കേണ്ടതായി. അങ്ങനെ വരുമ്പോൾ ബെഹ്റയാണിപ്പോൾ DGP. ഇല്ല, അതെന്തുകൊണ്ട് വേണു പറയുന്നു? വെൽ ആൻഡ് ഗുഡ്, വേണുവിന് പറയാൻ സാധിക്കും. പക്ഷെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ഓർഡർ വായിച്ച് അദ്ദേഹത്തിന് ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന ആളുകൾക്ക് ഇത് ബെഹ്റയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഖ്യമന്ത്രി എന്ന് പറയാൻ കഴിയില്ല. അതിന് രണ്ട് സാഹചര്യം കൂടി ഉണ്ടായി. ഒന്ന്, പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയത്തിൻ്റെ ചോദ്യത്തിൽ, അടിയന്തര പ്രമേയത്തിൻ്റെ ബഹിഷ്കരണ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ആൻസർ ഇല്ല. രണ്ടാമത്, KC ജോസഫ് ഇന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചർച്ചയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചർച്ചയ്ക്കകത്ത് KC ജോസഫ് പറഞ്ഞു, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങ് ഈ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴെങ്കിലും മുഖ്യമന്ത്രിക്ക് 30 മിനിറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയാനുണ്ട്. ആ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന സമയത്തെങ്കിലും അങ്ങ് ഞങ്ങളുടെ നേരത്തെ ചോദ്യത്തിന് ഹു ഈസ് ദ DGP, ഹു ഈസ് ദ ചീഫ് ഓഫ് പോലീസ് ഇൻ കേരള എന്ന ചോദ്യത്തിന് മറുപടി പറയണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. സാധാരണ ഒരു ഡിമാൻഡ് ചർച്ചയിൽ, ബഡ്ജറ്റ് ചർച്ചയിൽ ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ MLA-മാരുടെ എത്രയോ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ന്യായമായ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി മറുപടി പറയുകയും അത് വളരെ പോസിറ്റീവായിട്ടും ഫ്രണ്ട്ലി ആയിട്ടും എടുക്കുകയും ചെയ്യുന്നതിന് പകരം ഇന്ന് മുഖ്യമന്ത്രി ഒരൊറ്റ ചോദ്യത്തിന് പോലും ഉത്തരം പറഞ്ഞില്ല. KC ജോസഫ് എഴുന്നേറ്റു, പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു, പ്രതിപക്ഷത്തു നിന്ന് പല MLA-മാർ എഴുന്നേറ്റിട്ട് ഒരൊറ്റ ചോദ്യം പോലും അദ്ദേഹം അലവ് ചെയ്തില്ല. ഈ ചോദ്യമാണ് ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ചോദ്യം. ശ്രീ A.M. ആരിഫ്, എന്താണ് മുഖ്യമന്ത്രിക്ക് ബെഹ്റയാണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് മറുപടി പറയാനുള്ള വൈമുഖ്യം? അല്ല, അതിലേക്ക് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ സുഹൃത്ത് ശ്രീ വേണു കുറേ അനൗൺസ്മെൻ്റ് അങ്ങ് നടത്തി. അനൗൺസ്മെൻ്റ് നടത്തിയിട്ട് ചില പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഉത്തരം മുട്ടിയ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 2 സഭകളിൽ ഇരുന്നതാണ്. ആദ്യത്തെ സഭയിലിരുന്ന്, കഴിഞ്ഞ സഭയിലിരുന്നു. എത്രയോ തവണ ശ്രീ ഉമ്മൻചാണ്ടി ഉത്തരം, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ ആ ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. അല്ല, പിണറായിക്ക് ആദ്യമായൊരു ബുദ്ധിമുട്ടുണ്ടായ പിണറായിക്ക് ഓക്കെ ഞാൻ വിചാരിച്ചു കേരളത്തിന്റെ ചരിത്രം എന്നൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. എന്താണ് തടസ്സം ബെഹ്റ എന്ന പേര് ഉച്ചരിക്കാൻ? ബെഹ്റ എന്ന പേര് ഉച്ചരിക്കാനുള്ള തടസ്സമില്ല. തടസ്സം കോടതി വിധിയുടെ അവ്യക്തത നിൽക്കുമ്പോൾ കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതായി തോന്നാൻ പാടില്ല. നമ്മൾ അപ്പെക്സ് കോർട്ടാണ്, സാധാരണ കോടതിയല്ല. അപ്പെക്സ് കോർട്ടിൻ്റെ ഒരു വിധി ഇങ്ങനെ നേരത്തെ എൻ്റെ സുഹൃത്ത് ശ്രീ സണ്ണി ജോസഫ് പരാമർശിച്ചതുപോലെ
വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് സെറ്റസൈഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിലുള്ള DGP മാറ്റി എന്ന് പറയാനാവില്ല. അതിൻ്റെ പ്രൊസീജിയറൽ എററാണ്. ഈ പ്രൊസീജിയറൽ എറർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഭരണത്തലവൻ ചീഫ് അത് വ്യക്തതയോടുകൂടി വേണം പറയാൻ. അപ്പെക്സ് കോർട്ടിനെ വെല്ലുവിളിക്കുന്നതായിട്ട് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അത് സംബന്ധിച്ച് ഒരു വ്യക്തതയുള്ള മറുപടി പറയാതിരുന്നു. അല്ലല്ല, ഒരു നിമിഷം. ഈ കോടതി വിധി വന്ന അന്നാണ് കണ്ണൂരിൽ റേഞ്ച് യോഗം നടക്കുന്നത്. അന്ന് DGP എന്ന നിലയിൽ ബെഹ്റയാണ് അതിലിരിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം. അത് കോടതിയോടുള്ള വെല്ലുവിളിയല്ലല്ലോ. ഒരു നിമിഷം. കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളത്ത് ഇതുപോലെ തന്നെ റേഞ്ച് യോഗം നടന്നു. അവിടെയും ഈ പറയുന്ന ബെഹ്റ തന്നെയാണ് ഇരുന്നത്. അത് വെല്ലുവിളിയാകുന്നില്ല. അപ്പോൾ ചുമതലകൾ നിർവഹിക്കുന്ന നാട് മുഴുവൻ കാണുന്നുണ്ട്, അത് വെല്ലുവിളിയാകുന്നില്ല. ചുമതല നിർവഹിക്കുന്ന ആളുടെ പേര് ചോദിക്കുമ്പോൾ അത് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലല്ല, അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഇന്നലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ 1/5/2017 ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നിയമോപദേശം കിട്ടിയത്. അതിനോട് അതുവരെ കോടതി ഞങ്ങൾക്ക് നിയമാനുസൃതമുള്ള ഒരു മറുപടി ഗവൺമെന്റ് പക്കൽ കിട്ടുന്നത് അതിന്റെ രേഖാപരമായ ശ്രീധരൻപിള്ള ശ്രീ AM ആരിഫ് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ടില്ല. ഇവിടെ എങ്ങനെയാണ് ബെഹ്റയാണ് SPC എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കോടതി വിധിയോടുള്ള വെല്ലുവിളിയാവുക? ഈ നാട് മുഴുവൻ ഓടി നടന്ന് യോഗം നടത്തുകയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ബെഹ്റ. പിന്നെ എങ്ങനെയാണ് ഇത് മാത്രം പേര് പറഞ്ഞാൽ നീക്കം ചെയ്യാത്രത്തോളം കാലം അദ്ദേഹം അവിടെ നിന്ന് ജോലി ചെയ്യുന്നു തന്നെയാണ്. പക്ഷെ പേര് പറഞ്ഞാൽ നീക്കം ചെയ്യാത്രത്തോളം കാലം ഒരു പേരാണ് ചോദിച്ചത്. ഇവിടെ ഒരു നിമിഷം ശ്രീ AM ആരിഫ്, ഇവിടെ DGP ഉണ്ടോ എന്നല്ല ചോദിച്ചത്. DGP ഉണ്ടെന്ന് മറുപടി പറയാം. DGP ആര് എന്നാണ് ചോദിച്ചത്. അവിടെ ഒരാളുടെ പേരുണ്ടല്ലോ, അത് പറയാൻ എന്താണ് തടസ്സം? DGP ആരെന്ന് പറഞ്ഞല്ലോ. DGP നിലവിൽ ചുമതല വഹിക്കുന്നയാൾ. പേര് പറഞ്ഞു. ഒരു സെക്കൻഡ്, ശ്രീധരൻപിള്ളയ്ക്ക് മുമ്പ് ഇന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഡിമാൻഡ് ചർച്ചയാണല്ലോ. 2 പ്രാവശ്യം പ്രതിപക്ഷത്തുനിന്ന് ചോദിച്ചു, എന്തിയ പോലീസ് ചീഫ് ഡിമാൻഡ് ചർച്ച കേൾക്കാൻ? MLA-മാർക്ക് എന്ത് പറയാനുണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നത് കേൾക്കാൻ എന്തുകൊണ്ട് കേരളത്തിൻ്റെ പോലീസ് ചീഫ് ഇന്ന് നിയമസഭയുടെ ഔദ്യോഗിക വേദിയിലില്ല എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരു DGP ഉണ്ടെങ്കിൽ ഇതുവരെയുള്ള ചരിത്രം, കീഴ്വഴക്കം, പാരമ്പര്യം, നിയമ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഇന്ന് DGP ചർച്ചാ സമയത്ത് സഭയുടെ ഗാലറിയിൽ, ഉദ്യോഗസ്ഥ ഗാലറിയിൽ ഉണ്ടാകണം. അദ്ദേഹം ഇന്ന് ആബ്സെൻ്റ് ആണ്. അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല, ആ പോസ്റ്റിൽ ഇരിക്കാൻ കഴിയില്ല. ഇനി ശ്രീധരൻപിള്ള പറയട്ടെ. ശരി, അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള, ഇവിടെ ഈ മേഖലാ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു SPC എന്ന നിലയിൽ. ഇപ്പോൾ ഈ ഡിമാൻഡ് ചർച്ചയിൽ പക്ഷേ നിയമസഭയിൽ വരാൻ മടി. ഈ നിയമസഭയ്ക്കകത്ത് ഇദ്ദേഹത്തിന്റെ പേര് പറയാൻ മുഖ്യമന്ത്രിക്ക് മടി. ഒരു കുടത്തിൽ ഒളിപ്പിച്ച് പിണറായി വിജയൻ കൊണ്ടു നടക്കേണ്ട വ്യക്തിയാണോ ബെഹ്റ? എല്ലാം സംശയത്തിൻ്റെ കരുതലിലാണ്. കേരളം നിയമവാഴ്ച തകർന്നാൽ പോകുന്നത് അങ്ങോട്ട് അരാജകത്വത്തിലേക്കാണ്. എല്ലാ രംഗത്തും പിടിപ്പുകേടാണോ, സ്റ്റാലിനിസ്റ്റ് ശൈലി കൊണ്ടാണോ, ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയെ മാനിക്കാൻ കേരള ഭരണകൂടം തയ്യാറല്ലെന്നുള്ളതാണ് ഈ കാര്യമെല്ലാം വെളിപ്പെടുന്നത്. ഇപ്പോൾ 8 ദിവസമായി. ഞാൻ ചോദിക്കട്ടെ, ലേറ്റസ്റ്റായിട്ട് ആരിഫ്, എൻ്റെ ബഹുമാനപ്പെട്ട ആരിഫായാലും CPM ആയാലും ബഹുമാനപ്പെട്ട പിണറായി ആയാലും, നമ്മളൊരു നിയമവാഴ്ചയിൽ നിൽക്കുമ്പം ഒരു ഓർഡർ വന്നാൽ ആ ഓർഡറിൻ്റെ സത്തയാണ്, സ്പിരിറ്റാണ് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത്. ടെക്നിക്കലായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ നിയമോപദേശം നാളെ അഡ്വക്കേറ്റ് ജനറൽ പറയുക അത് വേണ്ടാന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജനറലാണോ വലുത്, അല്ലെങ്കിൽ ലോ സെക്രട്ടറിയാണോ വലുത്? അപ്പം ഒരു വൈര്യനിര്യാതന ബുദ്ധ ഇതിനോട് പെരുമാറുകയാണ്. ഭരണത്തിൽ വരുന്ന ആളുകൾക്ക് അത് പാടില്ലാത്തതാണ്. നമ്മുടെ മുന്നിൽ 56 പേജുള്ള ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ 56 പേജുള്ള ജഡ്ജ്മെന്റിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരാളെ നീക്കിയത് നിയമപരമായി നിലനിൽക്കില്ല എന്ന ഉത്തരവാണത്. അതാണ് അതിൻ്റെ സത്ത. അതല്ലാതെ വേറെ ആരെയെങ്കിലും മുൻപ് തെറ്റായി നിയമിച്ചിട്ടുണ്ടോ, ഇദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം നടന്ന നിയമനത്തിൻ്റെ ചരിത്രങ്ങൾ ഇതിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല. എത്തണമെന്നാണ് ആ ഉത്തരവ്. അതിന് ശേഷവും സർക്കാരിന് നിയമ നടപടികൾ അതേ കോടതിയെ സമീപിച്ച് നേടാവുന്നതാണ്, നിവൃത്തി വരുത്താവുന്നതാണ്. പക്ഷേ ഈ അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ഒരു ഘട്ടമാണല്ലോ നിയമോപദേശം എന്നത്. ഇപ്പോൾ ഈ നിയമ സെക്രട്ടറിയുടെ ആയാലും AGയുടെ ആയാലും സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നിയമപരമായ പോംവഴികളുടെ അന്വേഷണമാണല്ലോ അത്. ആ അന്വേഷണങ്ങളെല്ലാം ഒരു വശത്ത് നടത്തുമ്പോൾ തന്നെ SPCയുടെ പേര് പറയാൻ മടിക്കുന്നത് എങ്ങനെ? ആരിഫ് ചൂണ്ടിക്കാട്ടുന്ന പോലെ കോടതി വിധിയോടുള്ള വെല്ലുവിളിയാകുന്നത് എങ്ങനെ? ഒരിക്കലും അത് വെല്ലുവിളിയാവില്ല. മാത്രമല്ല, അത് വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയാം. പിന്നെ അന്ന് അദ്ദേഹത്തെ നീക്കിക്കൊണ്ടുള്ള
ഉത്തരവ് DGP ജൂൺ 1 മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇല്ലീഗലാണ്, നിലനിൽക്കത്തക്കതല്ല, അത് സെറ്റസൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതൊക്കെ സെറ്റസൈഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത് നിയമത്തിൻ്റെ ബാലപാഠമല്ല, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ വൈരാഗ്യമുള്ളതുകൊണ്ട് അയാൾ വരണ്ട എന്നുള്ളതാണ്. അവിടെയാണ് CPM-ന് ഇന്നല്ലെങ്കിൽ നാളെ അതിന് കനത്ത വില കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഒരിക്കൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം. ഞാൻ ചോദിക്കട്ടെ, സുപ്രധാനമായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട NT രാമറാവുവിനെ മുഖ്യമന്ത്രി